തന്ത്രിയെ വീണ്ടും എങ്ങനെ കൊടുക്കാമെന്നുള്ള ഒരു തത്രപ്പാടിലാണ് SIT ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തന്ത്രിയെ എന്തുകൊണ്ട് പുറത്തുവിട്ടു, അല്ലെങ്കിൽ SIT എന്തുകൊണ്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ SIT ഇതിന്റെ റൂട്ട് അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നിയമോപദേശം തേടിക്കൊണ്ടു പോകുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. SITയുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളിൽ നിന്നും നമുക്കിപ്പോൾ റിപ്പോർട്ടുകൾ പ്രകാരം അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ പറയുന്നത് പോലെ ഈ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ അതെങ്ങനെയാണ് കോടതി ഇനി നിരീക്ഷിക്കുക എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. SITയെ സംബന്ധിച്ച് ഇത്രയും ബാക്കിയുള്ള എല്ലാ പ്രതികളും പുറത്തിറങ്ങിയിട്ടും അവരോടൊന്നുമില്ലാത്ത ശുഷ്കാന്തിയാണ് തന്ത്രി പുറത്തിറങ്ങിയപ്പോൾ SIT കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ SIT ഇപ്പോഴും ശ്രമിക്കുന്നത് തന്ത്രിയെ മാത്രം കുടുക്കിക്കൊണ്ട് ഈ പറയുന്ന നമ്മൾ നേരത്തേക്ക് പറഞ്ഞിട്ടുള്ളത് പോലെ കോൺഗ്രസിനെ മാത്രം പ്രതിസ്ഥാനത്ത് നിർത്തുക. തന്ത്രി കോൺഗ്രസ് അനുകൂലിയാണല്ലോ, അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് മാത്രമാണ് തെറ്റുകാരൻ, ബാക്കി എല്ലാവരും രക്ഷപ്പെടട്ടെ എന്നുള്ളൊരു നീക്കത്തിലാണ് ഈ പറയുന്ന SIT പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഈ സമകാലിക വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്നവരായതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചില സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർ തന്നെ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് ഒരു വിജയമായി കാണിക്കാൻ. അതായത് CPM-നെ സംബന്ധിച്ച് വിപ്ലവ പാർട്ടിയാണ്. വിപ്ലവ പാർട്ടി അവർ വിപ്ലവം കാണിച്ചു എന്ന് നമ്മുടെ പല സുഹൃത്തുക്കളും പല രാഷ്ട്രീയ പാർട്ടിയിലുള്ള സുഹൃത്തുക്കളും നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് വോട്ടാക്കി മാറ്റാൻ ഒരു ശ്രമം നടത്തി അവരുടെ സൈബർ ഇടത്തിൽ അവരിത് കാർഡും അല്ലാതെയും ഒക്കെ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഇരട്ടച്ചങ്കനാണെന്നും അദ്ദേഹം ഭരിക്കുന്നത് കൊണ്ടാണ് തന്ത്രി എന്ന് പറയുന്ന, അതാണ് ഈ കഴിഞ്ഞ ദിവസം ദൈവതുല്യനെ അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ തന്ത്രി പുറത്തിറങ്ങിയപ്പോൾ കോൺഗ്രസ് അതിനെ വോട്ടാക്കുന്നു എന്ന് പറയുന്നതും ഇതേ CPM സൈബർ ഹാൻഡിലുകൾ തന്നെയാണ്. ഒരേ സമയം എങ്ങനെയാണ് ഇവരെ കൊണ്ട് ഇങ്ങനെ ഇത്തരത്തിൽ സംസാരിക്കാൻ സാധിക്കുന്നത്? അല്ല, തന്ത്രിയെ ഇപ്പൊ വീഴ്ച പറ്റി. ഇപ്പൊ വിജിലൻസ് ഇപ്പം അവർ പറയുന്ന ഇങ്ങനെയാണ്, വിജിലൻസ് കോടതി കൊല്ലം അവിടെ വിജിലൻസ് കോടതിയിൽ പോയപ്പോഴത്തേക്കാണ് ഇത് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത്. അവിടെ വീഴ്ച പറ്റി എന്നുണ്ടെങ്കിൽ അവിടെ ആ വീഴ്ച പറ്റിയതിനെയാണ് കോൺഗ്രസ് പാർട്ടി ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത സമയത്ത് ഒന്നും തന്നെ മിണ്ടാതിരുന്ന പാർട്ടിയാണ്. ഞാനിപ്പോൾ കോൺഗ്രസിനെ എതിർത്തോ അല്ലെങ്കിൽ മറ്റൊരാളെ സാധൂകരിച്ചോ ഒന്നും ഞാൻ പറയുന്നില്ല. ഈ സമയം വരെ BJP-നെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, അയ്യപ്പ സേവാ സംഘം പറഞ്ഞിട്ടില്ല. പക്ഷെ കോൺഗ്രസ് പറയുന്നത് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. അതിന്റെ കാരണം തന്ത്രി തന്നെ പറയുന്നത് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്ന് അവർ വിപ്ലവം കാണിച്ചു. ഇവിടുത്തെ ഇടത് ഹാൻഡിലുകൾ ഇങ്ങനെ തന്ത്രി അറസ്റ്റ് ചെയ്യാൻ ചങ്കൂറ്റം ഉണ്ടായത് പിണറായിക്കാണെന്ന് പറഞ്ഞ് അവർ ഖ്യാതി നേടാൻ ശ്രമിക്കുമോ എന്നുള്ളൊരു വാക്ക് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, അതുപോലെ ആ ഖ്യാതി നേടാൻ ശ്രമിച്ചത് പരാജയമായിരുന്നു എന്ന രീതിയിൽ കൊണ്ട് കാര്യങ്ങൾ പോവുകയാണ്. ഒരു SITയെ സംബന്ധിച്ച് SIT എന്ന് പറയുന്നത് ഈ പറയുന്ന മുഖ്യമന്ത്രി അദ്ദേഹമാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത്. അവർ തന്നെയാണ് ഈ പറയുന്ന ശശിധരൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനും H വെങ്കടേഷ് എന്ന് പറയുന്ന ക്രൈംബ്രാഞ്ച് മേധാവിയെയും ഒക്കെ ചേർത്തുകൊണ്ടൊരു ടീം നിർണ്ണയിക്കുന്നു. ആ ടീം അംഗങ്ങളെ കോടതിയിൽ ഈ അന്വേഷണ സംഘം SIT എന്നാണെന്ന് പറയുന്നു, ഹൈക്കോടതി നിരീക്ഷണത്തിൽ അന്വേഷിക്കുന്നു. അപ്പോൾ ഈ അന്വേഷണമൊക്കെ നടക്കുമ്പോൾ തന്നെ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് തന്ത്രി കള്ളനാണ്. അവർ പറയുന്നത് അനുജ്ഞ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഈ അനുജ്ഞ വാങ്ങിയിരുന്നോ, ഭഗവാൻ അയ്യപ്പനോട് അനുജ്ഞ വാങ്ങിയിരുന്നോ? അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് ജാമ്യം കിട്ടി ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിനെ കുരുക്കിയതാണ് എന്ന് പറഞ്ഞ് രാഷ്ട്രീയ നേട്ടത്തിനായി കോൺഗ്രസ് ഉപയോഗിക്കുമ്പോൾ ഈ പറയുന്ന രീതിയിൽ നീണ്ട 10 കൊല്ലം 2 മന്ത്രിമാർ CPM-ന്റെ ആയിരിക്കുമ്പോൾ കോൺഗ്രസിന്റെ തലയിലേക്ക് വെക്കാനും KC വേണുഗോപാൽ എന്ന് പറയുന്ന ദേശീയ നേതാവ് കേരളത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അദ്ദേഹത്തിനെ കുരുക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അപ്പോൾ ഇവിടെ നിയമോപദേശം തേടി പോകുന്നത് ജാമ്യ വ്യവസ്ഥയിൽ എന്തെങ്കിലും കാര്യങ്ങൾ, ജാമ്യ വ്യവസ്ഥയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ടോ എന്ന രീതിയിൽ. കാര്യം അതായത് എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ച് തന്ത്രിയെ വീണ്ടും ഉള്ളിലാക്കാമോ എന്നുള്ളതാണ് SITയുടെ. ഇവർക്ക് തെറ്റ് പറ്റി. ആ തെറ്റ് പറ്റിയതിൽ നിന്ന് കയറി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പരമാവധി ഉരുണ്ടുകളിയാണ് ഇപ്പൊ നടക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ പറയുന്ന CPM-ലുള്ള ഒട്ടുമിക്ക, അതായത് പ്രതികളായിരുന്നിരുന്ന ഭൂരിഭാഗം ആളുകൾ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. പക്ഷെ എന്നിട്ടും ഇവർക്കെതിരെയുള്ള കുറ്റപത്രം സമർപ്പിക്കാനല്ല SITക്ക് ഇപ്പോഴും ശുഷ്കാന്തി ഉള്ളത്. അവരിപ്പോഴും കാണിക്കുന്നത് എങ്ങനെയെങ്കിലും തന്ത്രിയെ വീണ്ടും കൊടുക്കണം. തന്ത്രി 90 ദിവസത്തിന് മുൻപ് പുറത്തിറങ്ങിയല്ലോ, 41 ദിവസം കഴിഞ്ഞപ്പോൾ തന്ത്രി പുറത്തിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്നത് പോലെ വീണ്ടും അകത്താക്കണം, അല്ലെങ്കിൽ തന്ത്രി മാത്രമാണ് തെറ്റുകാരൻ എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു സംശയം തന്നെയാണ്. എനിക്ക് അല്ല ഹർഷ, ഇതിനകത്ത് SIT അന്വേഷണ സംഘം അദ്ദേഹത്തിന് അറസ്റ്റ്, അദ്ദേഹം അങ്ങനെ ഒരു ക്ലീൻ ചീറ്റ് കൊടുക്കുക, ഈ ഭക്തന്മാരടങ്ങുന്ന ഒരു സമൂഹം ഒരിക്കലും അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് കൊടുക്കില്ല. ഇപ്പൊ അവരെ അറസ്റ്റ് ചെയ്തു, SIT അന്വേഷണ സംഘത്തെ വിശ്വാസത്തിന് അതിപ്പോൾ ഈ പറഞ്ഞ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അകത്ത് പോയിട്ടുള്ള ആർക്കും ഈ പറയുന്ന ഭക്തർ ക്ലീൻ ചീറ്റ് നൽകില്ല. പത്മകുമാർ ഇപ്പോഴും ജയിലിൽ കിടപ്പുണ്ട്. അത് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളും പറയുന്ന പോലെ വിത്തിൻ ഡേയ്സ് അദ്ദേഹവും പുറത്തിറങ്ങും. തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് ഈ പറയുന്ന ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഇദ്ദേഹം ഇപ്പോൾ പുറത്തു വന്നത് എന്ന് പറയുന്നതിനെ സാധൂകരിക്കാനായിട്ട്. അതായത് വിജിലൻസ് കോടതി ഇപ്പോൾ ഈ പറയുന്ന പരാമർശം, ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ ഒരു ബെഞ്ചുണ്ട്, അവിടേക്ക് ദേവസ്വം ബോർഡ് ഹൈക്കോടതി ദേവസ്വം ബോർഡിന്റെ ബെഞ്ചിലേക്ക് ഹൈക്കോടതിയിലേക്ക് ഇത് പോവുകയാണെങ്കിൽ ഇവർക്ക് ചിലപ്പോൾ SITയെ ചിലപ്പോൾ പരിഗണിക്കും.
ഇതുവരെയും ഈ ദേവസ്വം ബെഞ്ച് ഹൈക്കോടതിയിൽ ഈ SIT അന്വേഷണ സംഘത്തെ കൂടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ സിംഗിൾ ബെഞ്ച് ഹൈക്കോടതി നിയമോപദേശം തേടുമ്പോൾ സിംഗിൾ ബെഞ്ചിലേക്ക് പോയാലും ഈ പറയുന്ന ജസ്റ്റിസ് ബദറുദ്ദീനും രാജാ വിജയരാഘവൻ എന്ന് പറയുന്ന 2 ജസ്റ്റിസും ഇപ്പോഴും ഈ SIT അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ശരിയാണെന്നും ഈ അവസാന കുറ്റപത്രം നൽകുന്ന ഈ കുറ്റപത്രത്തിൽ ഈ കീഴ്ക്കോടതിക്ക് ഇപ്പം വിജിലൻസ് കോടതി കൊല്ലം എന്ന് പറയുമ്പോൾ കീഴ്ക്കോടതി മാത്രമാണ്. കീഴ്ക്കോടതി നിന്ന് മേൽക്കോടതി, ഹൈക്കോടതി എന്തായാലും മേൽക്കോടതിയാണ്. അപ്പോൾ അവർക്ക് അപ്പീൽ പോകുമ്പോൾ അതിന് ഓപ്പോസിറ്റ് പറയാൻ കാരണങ്ങൾ വേണമല്ലോ. ഈ ജാമ്യ വ്യവസ്ഥയിൽ എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഉണ്ടോ എന്ന കാര്യം നിയമോപദേശത്തിലൂടെ മാത്രമേ തെളിയിക്കാൻ പറ്റൂ. അപ്പോൾ SIT അന്വേഷണ സംഘത്തെ ഈ കേരള പോലീസാണ് നിയോഗിച്ചത്. ഹൈക്കോടതി നോക്കുന്നു എന്നുണ്ടെങ്കിലും പോലീസിന്റെ നിയന്ത്രണം ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെയാണ്, പൊളിറ്റിക്കൽ സെക്രട്ടറി തന്നെ ആണ് എന്നിവർ പറയുന്നതിൻ്റെ ഒരു വശം അത് തെളിയിക്കാനാണ് നിയമോപദേശം തേടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം പരാജയമാണ്. കാര്യം ഇവരിത് വോട്ടാക്കി മാറ്റുമോ എന്നവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ആര് ഭയപ്പെടുന്നുണ്ട്? ഈ ഭരണകക്ഷികൾ ഭയപ്പെടുന്നുണ്ട്. അപ്പൊ തന്ത്രിയുടെ ഭാഗത്ത് നമ്മൾ പലരുമായി സംസാരിക്കുമ്പോൾ തന്ത്രിക്ക് അങ്ങനെ കൈ കഴുകാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം. തീർച്ചയായിട്ടും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരിക്കൽ കൂടി തന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കോൺഗ്രസ് അത് വോട്ടാക്കാനുള്ള സാധ്യതകൾ ഇല്ല, ഒരിക്കലും അത് ഉണ്ടാകാൻ സാധ്യതയില്ല. തീർച്ചയായും അതാണ്. പക്ഷെ അത് ഇന്നോട് പറഞ്ഞു ഹർഷ, നമ്മൾ ഈ നിയമോപദേശം തേടുന്നു എന്ന് പറയുന്നത് ഈ നിയമോപദേശകർ എല്ലാവരും കൂടെ ഈ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരെ കേന്ദ്രം കേരളത്തിന് കാശ് നൽകുന്നില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയ കേസ് പോയ ഒരു കഥ ഇവിടെ ഉണ്ട്, അറിയാമല്ലോ. വേണ്ട കാശ് അവിടെ നിന്ന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കേന്ദ്രത്തിനെതിരെ കേരളം കേസിന് പോയൊരു കഥയുണ്ട്. ഇപ്പോഴും സുപ്രീം കോടതിയിൽ ആ കേസ് നടന്നു. കാര്യം കേന്ദ്ര വീതം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ പല കാര്യങ്ങളിലും ഇവരെ നിയമോപദേശകർ നിയമം ഉപദേശിച്ച് കുഴിക്കൊണ്ട് ചാടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് വിശ്വാസികളുടെ മേൽ ഈ പറയുന്ന വിശ്വാസികളെ പറ്റിക്കാനായി ഇവർ നോക്കി എന്നുണ്ടെങ്കിൽ ആ പറ്റിക്കാനായി നോക്കിയതിൻ്റെ പിന്നിലുള്ള ഒരു ഗെയിമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിജിലൻസ് കോടതി ഒന്നാലും കീഴ്ക്കോടതിയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യമില്ലാതെ വെറുതെ വിളി. ഇപ്പം അദ്ദേഹത്തിൻ്റെ ഭാഗം വാദിക്കാനുണ്ട്. പൂജ ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. പൂ പോലും കൊണ്ടുതരുന്ന ദേവസ്വം ബോർഡാണ്. എനിക്ക് ഈ ശില്പങ്ങളുടെ കാര്യത്തിൽ ശില്പമല്ല, ശില്പത്തിൻ്റെ പാളികളാണ്, അതിലെനിക്കൊന്നും ചെയ്യാനില്ല എന്നൊക്കെ തന്ത്രി പറയുമ്പോൾ തന്ത്രിയെ കുരുക്കേണ്ടത് ഇവരുടെ ഒരു ബാധ്യതയെ തരുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം വിജയിക്കുന്നറിയില്ല. തന്ത്രിയെ കുരുക്കിയത് തന്നെ ആയിരിക്കും പ്രചരണ ആയുധമായി കോൺഗ്രസ് ഉപയോഗിക്കുന്നത്. അതിൽ ഇവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ഇന്നലെ തന്നെ സംസാരിച്ചപ്പോൾ ഗോവിന്ദൻ പറഞ്ഞ തന്ത്രി ഏറ്റവും വലിയ കാട്ടുകള്ളനാണ് എന്നാണ് പറഞ്ഞത്. തന്ത്രി ഏറ്റവും വലിയ കാട്ടുകള്ളനാണ് എന്നുണ്ടെങ്കിൽ ഈ SIT അന്വേഷണ സംഘം അത് തെളിയിക്കണം. അത് തെളിയിക്കണമെങ്കിൽ മേൽക്കോടതിയിൽ പോകണമെങ്കിൽ കീഴ്ക്കോടതിയുടെ ഉത്തരവിലെ ലൂപ്പ് ഹോൾസ് അവർ കണ്ടുപിടിക്കണം. പക്ഷെ അത് എത്രത്തോളം വിജയിക്കുന്നുള്ള കാര്യം കണ്ടു തന്നെ നമുക്കറിയാം. കാര്യം ഈ പറയുന്ന ഈ ദോരപാലക ശില്പം തുടങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മുടെ ഈ കട്ടളപ്പാളികളും പിന്നീട് കൊടിമരത്തിൻ്റെ പിറകെ വരെ പോയിട്ടുണ്ട്. പിന്നെ 10 കൊല്ലം നീണ്ട 10 വർഷം പിണറായി സർക്കാർ ഭരിച്ച് 2 CPM മന്ത്രിമാർ, 2 ദേവസ്വം ബോർഡ് മെമ്പർമാർ, അതെല്ലാം കടന്നിട്ട് കോൺഗ്രസിനെയും KC വേണുഗോപാലിനെയും കുറുക്കാനായിട്ടുള്ള തന്ത്രം നോക്കിയിട്ട് ഇന്നലെയും ബാലിശമായിട്ട് അവരുടെ നിയമസഭയിൽ സോണിയാഗാന്ധിക്കൊപ്പം ഈ കള്ളൻ പോറ്റി നിൽക്കുന്ന ചിത്രം വരെ കാണിച്ചു. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഇവര് ശരിക്കും കിടന്നിടത്ത് തന്നെ ഉരുളുന്ന ഒരു സ്റ്റൈലിലേക്ക് പോകുന്നു. വിശ്വാസികൾ ആരുടെ കൂടെയാണ് എന്ന് ഇപ്പോഴും CPM-ന് മനസ്സിലായിട്ടില്ല. വിശ്വാസികൾ എന്ത് വിശ്വസിക്കും എന്നുള്ളത് വിശ്വാസികൾ ഇപ്പോഴും നിശബ്ദരാണ്. കാര്യം ഈ പോറ്റി ഇങ്ങനെ പറയുമ്പോൾ വിശ്വാസികളുടെ ഒരു മറുപടി എന്താണ്, അല്ലെങ്കിൽ വിശ്വാസികൾ ആരുടെ കൂടെയാണ് എന്നുള്ളത് നമുക്ക് വരുന്ന നിയമസഭാ നമുക്കറിയാൻ സാധിക്കും. വിശ്വാസികൾ ആരുടെ കൂടെയാണ് എന്നുള്ളത് സർക്കാരിനൊപ്പമാണോ, സർക്കാർ ചെയ്തതിനൊപ്പമാണോ, അല്ലെങ്കിൽ സർക്കാർ കാണിച്ചത് മണ്ടത്തരമാണോ എന്നുള്ളത് അവരുടെ മനസ്സിലേ ഉള്ളൂ. ഇപ്പോൾ അത് പുറത്തു വന്നിട്ടില്ല. ഈ ജാതി സംഘടനകൾ, അതായത് അയ്യപ്പ സേവാ സംഘമോ അല്ലെങ്കിൽ BJP പോലും ഇതിനൊരു മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിലൊരു നിഷ്പക്ഷനായിട്ട് നമ്മളൊരു അയ്യപ്പ ഭക്തൻ എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നത് പോറ്റിക്ക് അങ്ങനെ കൈകഴുകി പോകാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഒരു സാധാരണ ഭക്തൻ എന്ന രീതിയിൽ അത്രയെങ്കിലും നമ്മൾ പറയേണ്ടി വരും. കാര്യം സാധാരണക്കാരൻ്റെ ദൈവമാണ് അവിടെയുള്ളത്. അപ്പോൾ അങ്ങനെ കൈകഴുകി മാറാൻ കഴിയുമോ എന്ന് തോന്നുന്നില്ല. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഏത് വിധേനയും ഇവർ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് സാധൂകരിക്കാനുള്ള ഒരു ശ്രമം നിയമോപദേശം തേടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ SIT അന്വേഷണ സംഘം എന്ന് പറയുന്നത് കാറ്റൂരി വിട്ട ഒരു ബലൂൺ പോലെ ആകാനേ സാധ്യതയുള്ളൂ.